ജനറേറ്റർ അമ്പത് കേടും. ഇവന്മാർക്കൊന്നും ഉറക്കൂല്ലേ? എന്താ ഇപ്പൊ ഇവിടെ കരണ്ട് കെട്ട്? ചേച്ചി ജനറേറ്റർ ഇതാണ് കേടാണ്. അപ്പോൾ 2 ദിവസമായിട്ട് അവരെ വിളിച്ചോണ്ട് കിട്ടുന്നില്ല. 2 ദിവസമായിട്ട് ട്രൈ ചെയ്തോണ്ട് കഴിച്ച് കിട്ടാനാണ് അവിടെ കിട്ടണില്ല, വിളിച്ചിട്ട് കിട്ടണില്ല. 2 ദിവസമായിട്ട് വന്ന് പെട്ടുപോയല്ല. എന്താ പേടിക്കാതെ പറയാം. പേടിക്കാതെ കാര്യം പറ. ശരിയാണല്ലോ, ഇത് ബ്ലഡ് ആണല്ലോ. മേലെ എന്തോ സംഭവിച്ചിട്ടുണ്ട്, നമുക്ക് നോക്കാം. പോയി നോക്കാം. ആരും അകത്തേക്ക് കയറരുത്, ഇതൊരു ക്രൈം സീനാണ്. ആരും പാനിക്കാണ്ട, നമുക്ക് എത്രയും പെട്ടെന്ന് പോലീസിനെ ഇൻഫോം ചെയ്യാം. പോലീസ് വിളി, പെട്ടെന്ന് വിളി. ഡോക്ടർ കിട്ടുന്നില്ല, റേഞ്ചില്ല. ഡോക്ടർ ഇവിടെ 6 ഫോണിലും റേഞ്ചില്ല. പേടിച്ചു പോയാ. താൻ എവിടുത്തെ സെക്യൂരിറ്റി ആണോ? ഒരാൾ മതിൽ ചാടി വന്നിട്ട് കൊല ചെയ്ത് പോയതാണെങ്കിലോ? വരാൻ ശ്രമിച്ചാൽ എന്തൊരു താമസം പോലെ. ചേച്ചി, അങ്ങനെയാണെങ്കിൽ CCTV നോക്കി അറിയാൻ പറ്റത്തില്ലേ? CCTV കംപ്ലൈന്റ് ആയിട്ട് ഒരാഴ്ചയായി സാറേ. ഇത് പൂട്ടിരിക്കാണല്ലോ, പിന്നെ പോലീസിനെ അറിയിക്കുന്നു വേണ്ടേ? താമസക്കാർ വന്നു കഴിഞ്ഞാൽ കൃത്യം 10:30 ഞങ്ങൾ ഗേറ്റ് പൂട്ടും. മെയിൻ ഡോർ ക്ലോസ്, CCTV തകരാറിൽ. അങ്ങനെയാണെങ്കിൽ
ഇതൊരു ലോക്ക്ഡ് ബിൽഡിംഗ് മാറ്ററാണ്. ഇനി ആരും പുറത്തു പോകാൻ ശ്രമിക്കരുത്. കൊലയാളി ഇതിൽ നമ്മളോടൊപ്പം ഉണ്ട്. അയ്യോ, കൊലപാതകമോ? ഞാനൊരു പാവം ടൂറിസ്റ്റാ, എന്നെ സംശയിക്കരുത്. ഈ ഗേറ്റും തുറന്നിരുന്നെങ്കിൽ ഞാൻ എങ്ങോട്ടെങ്കിലും പോയേനെ. അവൻ ചത്തുപോയോ എന്ന് നീ ചോദിച്ചില്ലേ? അയാളെ കുറിച്ച് നിനക്ക് എന്തറിയാം? ഞാനോ? എനിക്കൊന്നും അറിയില്ല. നിങ്ങളെന്തിനാ എന്നെ സംശയിക്കുന്നത്? എന്നെ വിട്. തെറ്റ് ചെയ്തില്ലെങ്കിൽ ഇവരെന്താ ഓടിയത്? ഇവൻ പ്രതികാരത്തിന് വന്നിരിക്കണേ. എന്റെ ദീപയുടെ ആത്മാവിന് ശാന്തി ലഭിക്കാൻ അവനെ കൊല്ലണമെന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. അതെ, ഞാൻ പ്രതികാരം ചെയ്യാൻ തന്നെ വന്നതാ. വർഗീസ് അവനാ എന്റെ ജീവിതം തകർന്നത്. ദീപ അവൾ എന്റെ എല്ലാമായിരുന്നു. അപ്പോൾ ഇത് നിങ്ങളുടെ കാമുകിക്ക് വേണ്ടിയുള്ള പ്രതികാരമായിരുന്നു അല്ലേ? ഡോക്ടർ, ആരും അറിയാതെ പരസ്പരം സ്നേഹിച്ചവരായിരുന്നു. അവിടെ പഠനകാലത്തെ ഹോസ്റ്റൽ ജീവിതത്തിൽ 2 വർഷം. അത് ഞങ്ങളുടെ മാത്രം ലോകമായിരുന്നു. ഒരു ഹോസ്റ്റൽ ജോലിക്കാരനായി എന്നെ അവൾ ഇത്രയധികം സ്നേഹിച്ച് എനിക്ക് അത്ഭുതമായിരുന്നു. എൻ്റെ ഡയറിയിലെ ഓരോ വാക്കുകളും അവളുടെ ഓർമ്മകളാണ്. അവരെ കൊല്ലാൻ വേണ്ടി മാത്രമാണ് ഞാൻ അവിടെ വന്നത്. വർഗീസ് അവളുടെ അധ്യാപകനായിരുന്നു. അവന്റെ ശാരീരിക പീഡനം സഹിക്കാൻ വയ്യാതെ അവളെന്നോട് പലതവണ പറഞ്ഞത്. പരിഹാരം ഉണ്ടാക്കാമെന്ന് ഞാൻ അവളോട് പറഞ്ഞിരുന്നതാണ്. പക്ഷെ അതൊന്നും അവൾ വകവയ്ക്കാതെ ആ ഹോസ്റ്റലിന്റെ കെട്ടിടത്തിൽ നിന്ന് ചാടി എന്റെ ദീപം അപ്പൊ താനല്ല കൊന്നതെന്നാണോ? ഞാൻ വന്നപ്പോഴേക്കും എനിക്ക് മുമ്പേ മറ്റാരോ അയാളെ കൊന്നേക്കുന്നു. നിങ്ങൾക്ക് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്നെ പൂട്ടിയിടുകയോ പോലീസിനെ വിളിക്കുകയോ എന്ത് വേണേലും വേണം. നീ സംസാരിക്കുന്നത്? നീ തന്നെയല്ലോ കൊന്ന്. ഞാൻ കൊലപാതകയായിരുന്നെങ്കിൽ ഇതിനകം ഞാൻ സമ്മതിച്ചത്. ഇതെന്റെ ജീവിതത്തിലെ 2ാമത്തെ മരണം. എന്റെ ദീപയുടെ എന്റെ പ്രതികാരത്തിന്റെ. അങ്ങനെയാണെങ്കിൽ കൊലപാതകി മറ്റാരോ? ആരുടെ മൊബൈലും റേഞ്ച് കിട്ടുന്നില്ല. എനിക്കാണ് പേടിയാവുന്നത്. നമ്മൾ എത്ര നേരം ഈ ശവത്തിന് കൂട്ടിരിക്കുക. കഷ്ടം. നിങ്ങളാരും അങ്ങോട്ടും പോരുത്. എനിക്ക് 1 മിനിറ്റ് സമയമില്ല. നിങ്ങളാരും ഇനി അധിക സമയം വെയിറ്റ് ചെയ്യണ്ട. കൊലയാളി ആരാണെന്ന് എനിക്ക് ഏകദേശം ഉറപ്പായി. നിങ്ങൾ മുടി കളർ ചെയ്യാറുണ്ടല്ലേ? താങ്കൾ ഒരു ലെഫ്റ്റ് ഹാൻഡർ ആണല്ലേ? അയ്യോ അല്ല സാർ, ഞാൻ മലങ്കയ്യനാ. അമ്മയാണ് സത്യം.
വർഗീസിൻ്റെ മുറിയിൽ നിന്ന് എനിക്ക് ചില തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. ഒന്നാമതായി വർഗീസിൻ്റെ മുഷ്ടിയിലുണ്ടായിരുന്ന മുടി, രണ്ടാമത് കഴുത്തിലെ മുറിവ്. കൊല ചെയ്തതൊരു പ്രൊഫഷണൽ കില്ലറല്ല. മുറിവിൻ്റെ ആഴം വലതുവശത്ത് കൂടുതലും ഇടതുവശം നേർത്ത് വാലുപോലെയുമായിരുന്നു, ഒരിടം കയ്യൻ കത്തി വലിച്ചതുപോലെ. മിസ് ലീന, നിങ്ങളൊരു ലെഫ്റ്റ് ഹാൻഡ് ആണെന്ന് എനിക്കറിയാം. അതുമാത്രമല്ല, നിങ്ങളുടെ ഈ മുടിയുടെയും വർഗീസിൻ്റെ മുഷ്ടിയിലുണ്ടായിരുന്ന മുടിയും ഒരേ കളറുടെയാണ്. മിസ് ലീന, യു ആർ ദ കില്ലർ. അതെ ഡോക്ടർ, ഞാൻ തന്നെയാ. ഇനി പറ, എന്തിനാ നിങ്ങൾ വർഗീസിനെ കൊന്നത്? അയാളും നിങ്ങളും തമ്മിൽ എന്താ ബന്ധം? ബന്ധം ഞാനെല്ലാം പറയാം ഡോക്ടർ. എന്താ ഗ്ലൗസ് ഒക്കെ ആയിട്ട്? ചുമ്മാ ആളുകളെ പറ്റിക്കാനാക്കി. അതാകുമ്പോ ക്ലീനിങ്ങിന് ആ 2 ദിവസമായി ഞാൻ ഇവിടെ കാത്തിരിക്കുന്നു. എന്റെ പൈസ മാത്രമല്ല, എന്റെ ക്ഷമയും പോന്നു. നീ എന്നെ കളിയാക്കുവാണോ? എന്റെ വർഗീസേട്ടനെ ഞാൻ കളിയാക്കോ? എന്റെ കണ്ണിലെ സ്നേഹം വർഗീസേട്ടൻ കാണുന്നില്ലേ? ഈ കണ്ണുകൾ സ്നേഹമല്ലല്ലോ മോളെ ഞാൻ കാണുന്നത്, വേറെ എന്തെല്ലോ ആണ്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചില ഇഷ്ടങ്ങൾ ഇറങ്ങാനുള്ളതല്ല. കത്താനുള്ളതാണ്. കത്തുവോ? എന്നാ കുറച്ചുകൂടെ ആകാം. ഇനി ഈ ലോകത്ത് നമ്മൾ രണ്ടും മാത്രം. എന്താ ഒരു മരവിപ്പ് പോലെ? നിങ്ങൾക്ക് തെറ്റി വർഗീസേ. ഇത് വെറും ഒരു ഇഷ്ടമല്ല, എന്റെ തീരുമാനമാണ്. എന്റെ അനിയത്തി ദീപ
ഓർമ്മയുണ്ട് ആ പേര്? ദീപുടെ നീ ചെയ്തതിൽ ഏറ്റവും വലിയ തെറ്റ് എന്റെ അനിയത്തിയെ കൊന്നതാണ്. നിനക്ക് ചാവാൻ വേണ്ടി ഞാൻ ഒരുക്കിയ റൂമാണിത്. ഇത് 5 വർഷത്തെ കാത്തിരിപ്പ് ഇത് അവസാനിക്കും. ഒന്നില്ല മോളെ, കറണ്ട് പോയതാട്ടോ. കിടന്നേ, വാ. റേഞ്ച് കിട്ടണില്ല. കറണ്ട് കട്ട് കാരണം ജനറേറ്റർ ആണെങ്കിൽ കേടും. ഇവന്മാർക്കൊന്നും ഉറക്കൂല്ലേ? ലീന, എൻ്റെ 2 തെളിവുകളും എനിക്ക് ഉറപ്പില്ലാതായിരുന്നു. എൻ്റെ ഫോറൻസിക് ബുദ്ധിയിൽ തോന്നിയ ഒരു ഗെയിം, അതിൽ നിങ്ങൾ വീണു. ഡോക്ടർ, ഞാനെല്ലാം സമ്മതിച്ചു. പക്ഷെ എൻ്റെ മോള്, അവളെ വെറുതെ വിടണം. ഹേ ലീന, മോളെ, മോളെ നീ കാണിക്കുന്നു.